ഹായ് അസ്സലാമു അലൈക്കും. മലയാളികളുടെ ഒരു സ്വന്തം സ്നാക്കായ വളരെ പ്രിയപ്പെട്ട നല്ല സ്വാദുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് പഴംപൊരിക്കുള്ള മാവ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി, അതിൻ്റെ കൂടെ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അപ്പസോഡയും അതേപോലെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി പഴംപൊരിക്ക് നല്ലൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. 1 സ്പൂൺ വെച്ച് നന്നായിട്ട് എല്ലാ പൊടികളും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കട്ടയൊന്നും പിടിക്കാതെ നല്ല സ്മൂത്തായിട്ടുള്ള മാവ് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഈ മാവ് കുറച്ച് കൂടുതൽ സമയം ഇളക്കി കൊടുത്താൽ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം മാവ് മിക്സ് ചെയ്തെടുക്കാൻ. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കട്ട പിടിച്ച് കഴിഞ്ഞാൽ അത് മിക്സ് ചെയ്തെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക, മാവിൽ വെള്ളം കൂടാനോ കുറയാനോ പാടില്ല കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്ററാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ പരുവം ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. മാവിൽ വെള്ളം കൂടാനോ കുറയാനോ പാടില്ല. മാവിൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ പഴംപൊരിയിൽ മാവ് പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇനി പഴംപൊരിക്ക് ആവശ്യമായിട്ടുള്ള പഴം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 4 മീഡിയം സൈസിലുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ്. അത് ഇതേപോലെ ഒരു പഴത്തിന് 3 പീസാക്കി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഇതാ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പഴം മാവിൽ മുക്കിയിട്ട് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തീയ് നല്ലൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എണ്ണ നന്നായി ചൂടായി വന്നിട്ടാണ് പഴംപൊരി നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. പഴംപൊരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീ എപ്പോഴും നല്ല മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. കുറച്ച് സമയം കഴിയുമ്പോൾ പഴംപൊരിയുടെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി 2 സൈഡും എണ്ണയിൽ കിടന്ന് നന്നായി വേവട്ടെ കേട്ടോ. ഒരുപാട് തീ കൂട്ടി വെച്ചാൽ കളറ് മാറിപ്പോവും. അപ്പോൾ അത് നമ്മളെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് വേണം പഴംപൊരി എണ്ണയിൽ നിന്നും കോരിയെടുക്കാൻ. ഇങ്ങനെ ചെയ്താൽ എണ്ണയൊന്നും കുടിക്കാത്ത നല്ല അടിപൊളി ടേസ്റ്റുള്ള ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് നമ്മളെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള പഴംപൊരിയാണ് കേട്ടോ.